റളിയല്ലാഹു തആല അൻഹും തുടങ്ങിയ മഹാന്മാരൊക്കെ അവരുടെ ഹദീസിൻ്റെ കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു. ഇവിടെ പറയുന്ന പ്രമേയം എന്താണ്? ഖാല, മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വിഷയം തവസ്സുൽ ആണല്ലോ. ദുആ ചെയ്യുന്ന ആളിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മഹാന്മാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ തവസ്സുലാക്കി മാധ്യമമാക്കി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയുക. ഇത് വസീയത്ത് ശിർക്കാണെന്നും എന്നല്ല ശിർക്കാണെന്നും ഒക്കെയാണ് വഹാബി പുത്തൻ പ്രസ്ഥാനക്കാരുടെ വാദം. അവരുടെ അജണ്ട അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖറജ മിൻ ബൈത്തിഹി ഇല സ്വലാത്തി, മൻ ഒരാൾ ഖറജ പുറപ്പെട്ടു, മിൻ ബൈത്തിഹി അവൻ്റെ വീട്ടിൽ നിന്ന് ഇല സ്വലാത്തി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എന്നാൽ ഫഖാൽ അവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ തീർച്ചയായും ചോദിക്കുന്നു, ബി ഹഖി സായിലീന അലൈക, നിന്നോട് ചോദിക്കുന്ന അസായിലീങ്ങൾ, നിന്നോട് ആരെല്ലാം ചോദിക്കുന്നുണ്ടോ അല്ലേ, അമ്പിയാക്കൾ ചോദിക്കും, ഔലിയാക്കൾ ചോദിക്കും, മുസ്ലിമീങ്ങൾ ചോദിക്കും, മുഅ്മിനീങ്ങൾ ചോദിക്കും, ആരെല്ലാം നിന്നോട് ചോദിക്കുമോ അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്ന് മാത്രമല്ല വസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബി ഹക്കി മംശായ ഹാദ, എൻ്റെ ഈ ചുവട്ടടിയുടെയും ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. കണ്ടോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന സമയത്ത് മഹാന്മാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? അവരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? ഇതൊരു ചർച്ചാ വിഷയമാണ്. അതിന് അതിബൃഹത്തായ മറ്റൊരു ഹദീസാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലീന അലൈക, അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്ന മുഴുവൻ മഹാന്മാക്കളുടെയും, നിന്നോട് ആരെല്ലാം ചോദിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ബിഹഖി മംശായ ഹാദാ, എൻ്റെ ഈ ചുവട്ടടിയുടെ ഹക്ക് കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്. അപ്പോൾ ഈ തവസ്സുലും ആണ്, ഹക്ക് ആണ്. കണ്ട, ഹക്ക് കൊണ്ട് തേടാൻ പറ്റും. ഹക്ക് എന്ന് പറഞ്ഞാൽ തവസ്സുലാണല്ലോ. നിന്നോട് ചോദിക്കുന്ന ആളുകൾ നിന്റെ അടുത്ത് സ്ഥാനമാനമുള്ളവരാണ്, ഹക്കുള്ളവരാണ്, ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് ആ ബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുന്നവരുടെ മുഴുവൻ ആളുകളുടെയും വസ്അലുക ബിഹഖിഹി മംശായ ഹാദ, എൻ്റെ ഈ ചുവട്ടടിയുടെ ഹക്ക് കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ആകയാൽ ഫ ഇന്നി ലം അഖ്റുജ്, ഞാൻ പുറപ്പെട്ടിട്ടില്ല നിസ്കരിക്കാൻ, എന്ത് അശറൻ വല ബത്തറൻ, ഞാൻ പൊങ്ങച്ചത്തിനോ അതുപോലെ തന്നെ ഞാൻ വലാ റിയാഅൻ, ഞാൻ ലോകമാന്യതയ്ക്ക് വേണ്ടിയോ, വലാ സുമഅത്തൻ, ഉൾനാട്യത്തിന് വേണ്ടിയോ അല്ല ഞാൻ പുറപ്പെട്ടത്. മറിച്ച് ഖറജത്തു ഇത്തിഖാ സുഖ്തിക, നിന്നെ സൂക്ഷിച്ചുകൊണ്ടും, നിന്റെ കോപത്തെ, നിന്റെ വെറുപ്പിനെ, നിന്റെ ദേഷ്യത്തെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടും, അതുപോലെ തന്നെ വബ്തിഗാ മർളാതിക, നിന്റെ തൃപ്തിയെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടും ആണ് ഞാൻ പുറപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഫഅസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻ തുഈദനി മിനൻ നാരി, കണ്ടോ, നരകശിക്ഷയിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണം. വന്തഗ്ഫറലി, എനിക്ക് നീ പുറത്തേരണം, ദുനൂബി, എൻ്റെ എല്ലാ പാപങ്ങളും. എന്തുകൊണ്ട്? ഇന്നഹു, തീർച്ചയായും നീ, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, നീയല്ലാതെ പൊറുക്കുന്ന രാജാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറപ്പെടുന്നത് അതാ പൊങ്ങച്ചത്തിനോ അതുപോലെ തന്നെ ലോകമാന്യത്തിന് വേണ്ടിയോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, മറിച്ച് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും നിന്റെ അതാ ദേഷ്യത്തെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടും ആകുന്നു ഞാൻ അതാ പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. അതുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സായിലീന അലൈക, എല്ലാ ആളുകളുടെയും ഹക്ക് കൊണ്ട്, നിന്നോട് ചോദിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹക്ക് കൊണ്ട്, അവരെ ആ ഹക്കിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ബിഹഖി മംശായ ഹാദാ, അതെ, എൻ്റെ ഈ ചുവട്ടടിയുടെ ഹക്ക് കൊണ്ടും ചോദിക്കുന്നു. അപ്പം ഹക്ക് കൊണ്ട് ചോദിക്കാൻ പറ്റുമോ എന്നൊരു മുജാഹിദ് ചോദിച്ചാലോ? തെളിവാണ് സുനന് ഇബ്നു മാജ, മുസ്നദ് അഹ്മദ്, ബുഖാരി, മുസ്ലിമിൻ്റെ ഗുരുവരനായ ബഹുമാനപ്പെട്ട ഇബ്നു അബീ ഷൈബ, അവിടുത്തെ മുസന്നഫ് ഇബ്നു അബീ ഷൈബ 7-ാം വാല്യം 29-ാമത്തെ പേജും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഷറഹ്, ഇത് ഞാൻ ഇബ്നു മാജയുടെ ഷറഹ് ബഹുമാനപ്പെട്ട ഇമാം സിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഷറഹാണ് ഇവിടെ ഇട്ടത്. ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വായിച്ചു